നമ്മൾ തീരെ വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, അതായത് കാറ്റഗറി കാണുന്നില്ല അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല എന്നുള്ളൊരു പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു കേസ് വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് സാധനവും ഇ കൊമേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് വിൽക്കാൻ പറ്റും. ഓൺലി തിങ് ഈസ് അത് നിങ്ങൾ എങ്ങനെ ആ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആ പ്രൊഡക്റ്റിൻ്റെ ഇത് വരിക. അതിലാണ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത്. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ്. അന്ന് 10 കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് നമ്മളിത് ഫിസിക്കലി ഈ പരിപാടികളൊക്കെ ചെയ്യണം. അതായത് നമ്മൾ പ്രൊഡക്റ്റ് റിസർച്ച്, പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റുകൾ, കീവേഡ് റിസർച്ച്, ഇതൊക്കെ 4-5 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചാറ്റ് ജിപിടിയും ആമസോണിൻ്റെ ടൂൾസ് ഉണ്ട്. നമുക്ക് അതിൽ തന്നെ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അറിയണമെന്നേ ഉള്ളൂ. അവിടെയാണ് ഞങ്ങളെ പോലത്തെ, അതായത് നിങ്ങൾ ഒരാൾ പഠിച്ച് ചെയ്യുന്നതിനെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റും. അതിനെ കീവേഡ് ഹാർവസ്റ്റിംഗ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് 100% കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ സാമ്യമുള്ള കീവേഡ്സൊക്കെ യൂസ് ചെയ്യുന്നു. അതിൻ്റെ റിപ്പോർട്ട്സ് റെഗുലർ ഇൻ്റർവെൽസിൽ റീഡ് ചെയ്തിട്ട് കീവേഡുകൾ ഉണ്ടാക്കിയെടുക്കുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിന് ആ പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ഒരു സ്പെസിഫിക് ഇത് കിട്ടും. നിങ്ങളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാന്ന് നോക്കിയാൽ ആമസോണിൽ 2 തരത്തിൽ കാണിക്കും. ഒന്ന് ആമസോൺ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. 2 നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആ കാറ്റഗറിയുടെ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. 3 മൊത്തം ഇതിൻ്റെ, അതായത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ പോകും. നമ്പർ 1 ഇൻ ഈ ബ്രാൻഡിൽ, നമ്പർ 1 ഇൻ ദിസ് സബ് കാറ്റഗറി, നമ്പർ 20 ഇൻ കാറ്റഗറി, അങ്ങനെ 3 തരത്തിൽ വരും. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കീവേഡ് ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടുവരാനും പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യുമ്പോൾ മുകളിലേക്ക് കൊണ്ടുവരാനും ധാരാളം ഇതുണ്ട്. സോ നിങ്ങൾ ഒരു ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്ത്, അല്ലെങ്കിൽ ഒരു പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ വീക്കിലി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുണ്ടാക്കുന്നതിൻ്റെ ഒരു 1/4 സമയം, അതിനെക്കാട്ടും കുറവ് കാശും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള കൺസ്യൂമർ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ടു ആൻസർ യു, 10 കൊല്ലം മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതായത് അങ്ങനെ ഒരു കാറ്റഗറി, മെറ്റർണിറ്റി പാഡ് എന്നുള്ളൊരു കാറ്റഗറി ഇല്ലാത്തൊരു ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് അതിനെ സക്സസ്ഫുള്ളാക്കി ക്രൂഡ്സിൻ്റെ ബിസിനസ് ഉണ്ടാക്കി. ഇൻഫാക്ട് കോവിഡ് വന്ന സമയത്ത് ആ പെർട്ടിക്കുലർ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ സെല്ലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് മാറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ട്രോമ കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. വണ്ടി ഓടാത്ത കാരണം ട്രോമ കുറവാണല്ലോ. പക്ഷേ പ്രസവവും കാര്യങ്ങളും നിൽക്കുന്നില്ലല്ലോ. അപ്പം അതൊരു വലിയൊരു ബ്രാൻഡായി. മാത്രമല്ല അവരൊരു ഓവർ ദ കൗണ്ടർ സെയിൽസിൻ്റെ ഒരു ഇതായ പ്രൊഡക്റ്റ് മെറ്റർനിറ്റിക്ക് മാത്രമല്ല അതല്ലാതെയും ആൾക്കാർ യൂസ് അതിൻ്റെ ഗുണം കണ്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും രണ്ടാമത് റീപർച്ചേസ് വരുമല്ലോ, നിങ്ങളുടെ ഫിക്സഡ് കസ്റ്റമറായി. അപ്പം ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മെറ്റർനിറ്റിക്ക് മാത്രമല്ല റെഗുലർ പീരീഡ്സിൽ യൂസ് ചെയ്യാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനത്തെ ആൾക്കാരെയും യൂസ് ചെയ്യാൻ തുടങ്ങി. സോ നാച്ചുറലി ഇത് മാർക്കറ്റ് ഗ്രോ ചെയ്തു.